ഹലോ എവരിവൺ. ഇന്ന് വീഡിയോയിൽ വന്നത് ഒരു പ്രധാന കാര്യം നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തെക്കൻകുറ്റൂരിലെ റെയിൽവേ ഗേറ്റ് മാറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അത് മാറ്റി സ്ഥാപിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വാഹനം ആ റെയിൽവേ ഗേറ്റിൽ ഇടിച്ചിട്ട് മണിക്കൂറുകളോളം ആ ഗേറ്റ് അടച്ചിടേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ മാറ്റി സ്ഥാപിച്ച ഗേറ്റ് പഴയ ഗേറ്റ് പോലെയല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ള ഗേറ്റ് ആണ്. നമ്മൾ മാനുവൽ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഗേറ്റ് ആയിരുന്നു. ഗേറ്റ് മാൻ അത് ആ സിഗ്നൽ കിട്ടിയ ശേഷം അത് തുറക്കും പോലെ അവർ അടക്കും. അത് അതിൻ്റെതായ ഒരു ടൈം ഉണ്ടായിരുന്നു. ബട്ട് ഇന്നിപ്പോൾ അതല്ല, അവർക്ക് സിഗ്നൽ കിട്ടിയാൽ ആ റെഡ് ലൈറ്റ് ആയ ഉടനെ തന്നെ ആ ഗേറ്റ് ക്ലോസ് ആവും. അതുപോലെ ഗേറ്റ് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് റെഡ് മാറി യെല്ലോ ലൈറ്റ് ആയ ഉടനെ തന്നെ അത് ഓപ്പൺ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ റെഡ് ലൈറ്റ് കത്തിയ ഉടനെ തന്നെ ആ ഗേറ്റ് ക്ലോസ് ആവും. അങ്ങനെ റെഡ് ലൈറ്റ് കത്തിയാലും ആ ഗേറ്റ് മാൻ വണ്ടി വരുന്നുണ്ട്, നമുക്ക് 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള ഒരു അവസരം അവിടെ ഇല്ല. അപ്പോൾ ആ റെഡ് ലൈറ്റ് കണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ ആ ഗേറ്റ് അടയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയാൽ അതിനിടയിൽ കുടുങ്ങാനും അത് നമ്മുടെ വണ്ടിയിലേക്കോ ദേഹത്തേക്കോ വീഴാനും സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ റെഡ് ലൈറ്റ് ആണ് അവിടെ അപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തുക. കാരണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ഗേറ്റ് താഴ്ന്നതാണ്. മുന്നിട്ട് വാഹനം കയറി പോകുന്നത് കണ്ടിട്ട് പിന്നാലെ നമ്മൾ പോകാൻ നിൽക്കേണ്ട. ചിലപ്പോൾ നമ്മൾ അതിൽ കുടുങ്ങും, അവിടെ നിന്ന് കയറി പോകും, നമ്മൾ അവന്റെ പുറകിൽ നമ്മൾ കുടുങ്ങും. ആ ഗേറ്റിൽ തട്ടുകയോ അതിനിടയിൽ കുടുങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റെയിൽവേന്റെ വലിയ കേസാണ് വരിക. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡ് ലൈറ്റ് കാണുകയാണെങ്കിൽ നിർബന്ധമായും അവിടെ നിർത്തുക. ഇതുപോലെ മറ്റുള്ള ചെമ്പിക്കലും അതുപോലെ നമ്മുടെ പരിസരമുള്ള ഗേറ്റൊക്കെ ഇതുപോലെ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്.